ഹായ്, ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്വീറ്റ്സിന്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ കേട്ടോ. ഇന്ന് ഗുജറാത്തിലെ സ്പെഷ്യല് മറ്റേ ഷീരയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഷീരയുടെ പല വേർഷൻ ഉണ്ട്. നമ്മൾ തമിഴ്നാട്ടിൽ ഉണ്ടാക്കണേന് കേസരി എന്ന് പറയും. അതും റവ വെച്ചിട്ടാണ്, ഇതും റവ വെച്ചിട്ടാണ്. ഏകദേശമൊക്കെ സെയിം ഇൻഗ്രീഡിയൻസും ആണ്. വലിയ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഇപ്പൊ ഡൽഹിയിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന റവയുടെ ഹൽവ, സൂജി ഹൽവ എന്ന് പറയും. അപ്പൊ അതിൽ നമ്മൾ പാല് ചേർക്കില്ല. പക്ഷെ ഇതിൽ നമ്മൾ പാല് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന, പാല് ചേർക്കാതെയും ഇത് ഉണ്ടാക്കാം. അപ്പൊ നമുക്കൊന്ന് നോക്കാം അതിന്റെ വീഡിയോ. അപ്പൊ ചെയ്യുന്നത് മോളാണ് കേട്ടോ. അപ്പൊ ഇന്ന് മോളുടെ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ പ്രപ്പോർഷൻ ഇങ്ങനെയാട്ടോ. 2 കപ്പ് ഈ കപ്പിൽ 2 കപ്പ് റവ, 1.5 കപ്പ് പഞ്ചസാര, പിന്നെ നമ്മൾ കാജു ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇത് വേണ്ട വെച്ചാൽ ഇടേണ്ട ആവശ്യമില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ 1.5 കപ്പ് നെയ്യ്, പിന്നെ നമ്മൾ ഒരു 2 കപ്പ് പാല്, അതിൽ കുറച്ച് കേസർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കേസർ ഇട്ടാൽ കുറച്ച് ഫ്ലേവറും കിട്ടും, പിന്നെ അതിനൊരു നല്ല കളറും വരും. അപ്പം അതിന് വേണ്ടിയാണ് കേസർ ചേർക്കണം. ഇനിയിപ്പോൾ കേസർ ഇല്ല വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇല്ലാണ്ടും ഉണ്ടാക്കാം. പക്ഷെ കുറച്ച് ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ കേസർ ചേർക്കുന്നത്. പിന്നെ ചെറിയൊരു ലൈറ്റ് യെല്ലോ കളറും കിട്ടും കേസർ ഇട്ട് കഴിഞ്ഞാൽ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നവർ നമ്മൾ അളവ് കുറയ്ക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 2 കപ്പ് റവ എന്നുള്ളത് 1 കപ്പാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനനുസരിച്ച് എടുത്താൽ മതി, കുറച്ചെടുത്താൽ മതി. അപ്പം അത് പ്രൊപ്പോർഷൻ അനുസരിച്ച് എടുത്താൽ മതി. ആദ്യം നമ്മൾ ഇതേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇടുന്നുണ്ടെങ്കിൽ അത് ആദ്യം തന്നെ ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റിയിട്ടാണ് അതിലേക്ക് പിന്നെ റവ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തതിൽ ചെറിയ പൊടിയൊക്കെ കിടക്കണ്ടാവുന്ന കുഴപ്പമില്ല കേട്ടോ. അതിലേക്ക് നമുക്ക് റവ ഇട്ടിട്ട് ഒന്ന് ഒരു നല്ല അരോമ വരുന്ന വരെ ഒന്ന് വറക്കാം. നമ്മളത് ഇത് ഒരുപാട് വർക്കില്ല കേട്ടോ. അപ്പൊ റവ മറ്റേ ഹൽവ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അതിന് നമ്മൾ ഒരു ബ്രൗൺ കളർ വരെ വറക്കും. പക്ഷെ ഇത് നമ്മളൊരു നല്ലൊരു സ്മെല്ല് വരുന്ന വരെ വറക്കുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ പാലാണ് കേട്ടോ ഒഴിക്കണം. സെയിം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെ ഒഴിക്കണം. അപ്പൊ നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒരു 3/4 ഭാഗം ടെമ്പറേച്ചറിൽ പാൽ ഇതിലേക്ക് ഒഴിക്കണം. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കറക്റ്റ് ആവില്ല. ഇപ്പൊ നമുക്ക് പഞ്ചസാര ഇടേണ്ട സമയമായി കേട്ടോ. ഞാൻ പഞ്ചസാര ഉരുകി ഒന്ന് നല്ല അത് മിക്സായി വന്നാൽ നമ്മുടെ മറ്റേ ഷീര റെഡിയായി. പിന്നെ ലാസ്റ്റിൽ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അതേ കറക്റ്റായിട്ട് ഇത് നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റിൽ ഇതേ വറുത്ത അണ്ടിപ്പരിപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോഴേ വീട്ടിലത്തെ 2 കുട്ടികളാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മധുരം ഇഷ്ടമുള്ള കുട്ടികളാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണേ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. കണ്ണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് പനങ്കൽക്കണ്ട് ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും. സൂപ്പർ എങ്ങനെയാ പറയാ? സൂപ്പറാന്ന് എങ്ങനെയാ പറയാ? സൂപ്പറാ പറയൂ. എങ്ങനെ കൈ കൊണ്ട് കാണിക്കൂ. സൂപ്പറാണോ? അടിപൊളി അല്ലേ? നല്ല അടിപൊളി സ്വീറ്റ് ആണ്. എനിക്കും ഇത് കണ്ടിട്ട് നല്ല കൊതി വരുന്നുണ്ട്. അപ്പൊ വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ.